നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ ആശങ്കയിലായി വിദ്യാർത്ഥികളും അധ്യാപകരും അടുത്ത പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എറണാകുളം സൈലം നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് ആര്യ വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മെയ് 3 നീറ്റ് എൻട്രൻസ് എക്സാം നടക്കുന്നത്. തുടർന്ന് ഇപ്പോൾ പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. പരീക്ഷ പേപ്പർ ചോർന്നു എന്നാണ് ഉയരുന്ന ആരോപണം. നമുക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥിയും ആ ഒരു എക്സാമിന് വേണ്ടി തയ്യാറാക്കുന്നത്. ആ എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ടുള്ള ആ സെക്യൂരിറ്റി സിസ്റ്റം എന്താണെന്ന് പോലും വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് കയറുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേരുന്നുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഒരു എക്സാം എഴുതേണ്ട ഒരു അവസരത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? എന്താണ് തോന്നുന്നത്? ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചതായിരുന്നു. ഒരു വർഷം ഈ പരീക്ഷയ്ക്ക് വേണ്ടി അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വന്നതായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ മാറ്റി വെച്ചെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ എഴുതണം. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ അടിപൊളിയായിട്ട് എഴുതിയതായിരുന്നു. മറ്റ് എക്സാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് കേൾക്കുന്നു. ശരിയായിരുന്നോ? അതെ, 2025 അപേക്ഷിച്ച് ചെയ്ത് നല്ല എളുപ്പമായിരുന്നു. നമുക്ക് ചെയ്യാനും പറ്റിയ കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. ഇപ്പം ഇനി രണ്ടാമതും എഴുതണമെന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പം ഇനി ചെയ്യണേന്ന് ഒരു പിടിയില്ല. ഇനിയിപ്പോൾ വീണ്ടും തയ്യാറെടുക്കുക എന്നുള്ള അല്ലാതെ വേറെ വഴിയില്ല അല്ലേ? അതെ, അതിപ്പോൾ മിസ്സുമാരും സാറുമാരും വിളിച്ചു. ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, സൈലൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമുക്ക് ആ പ്രതീക്ഷയിൽ നിൽക്കാം. ഇവിടെ അധ്യാപകർ ചേർന്നുണ്ട് നമ്മോടൊപ്പം. നമുക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ വിദ്യാർത്ഥിയും ഇതിനായി തയ്യാറെടുക്കുന്നത്. വീണ്ടും ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളിലുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം. ആസ് എ എൻട്രൻസ് കോച്ചിങ് ഫാക്കൽറ്റി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു വർഷത്തെ കുട്ടികളുടെ എഫേർട്ടാണ് അതിൽ മിസ്സാകുന്നത്. നമ്മുടെ സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികളെ വെൽ ട്രെയിൻഡ് ആക്കിയതായിരുന്നു. അതിൽ നല്ല സ്കോർ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അവർക്കൊക്കെ ഇതൊരു വേദനയുള്ള ഒരു നിമിഷം തന്നെയാണ്. പക്ഷേ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനിയും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. എവിടെയെങ്കിലും അടി തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ഇനി അടുത്ത എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചായാലും അധ്യാപകരെ സംബന്ധിച്ചായാലും ഈ ഒരു പരീക്ഷ റദ്ദാക്കുക എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ്. ക്യാമറമാൻ ആദർശിനൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.